BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം ആർക്കെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സ്വതന്ത്രർ തന്നെയാണ്. ചിലപ്പോൾ അധ്യക്ഷ സ്ഥാനം പോലും അവരുടെ കൈവശമാകും. സ്വതന്ത്രന്റെ മുഖം വാടാതെ നോക്കേണ്ടത് കൂടെ കൂട്ടിയവരുടെ ഉത്തരവാദിത്വമാകും. ഇത്തവണയും സ്വതന്ത്രമായ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെയാണ്. അതിൽ ആദ്യത്തേത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 സീറ്റിൽ 50 സീറ്റുകൾ നേടിയ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. വിഴിഞ്ഞം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട്. ജയിച്ച 2 സ്വതന്ത്രരെ ഒപ്പം കൂട്ടിക്കൊണ്ട് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് BJPയുടെ ശ്രമം. ആറ്റിങ്ങൽ നഗരസഭയിൽ UDF വിമതനായി ജയിച്ച സ്വതന്ത്രൻ LDFന് പിന്തുണ നൽകിയേക്കാനുള്ള സാധ്യതയുണ്ട്. 32-ൽ 16 സീറ്റാണ് LDFനുള്ളത്. കൊല്ലം ചിറക്കര പഞ്ചായത്തിൽ 17 വാർഡിൽ 6 BJPക്കും LDFനും UDFനും 5 വീതവുമാണ്. ഒരു സീറ്റിലെ സ്വതന്ത്രനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് അംഗബലം കൂട്ടും. കോട്ടയത്ത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ സ്വതന്ത്രൻ ഇടതുമുന്നണിക്കൊപ്പം കൂടിയതോടെ ഇടത് ഐക്യമുന്നണികൾക്ക് 6 വീതം സീറ്റായി. NDAക്ക് 3-ഉം അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നറുക്ക് വേണ്ടി വന്നേക്കാനുള്ള സാധ്യതയുമായി. വെള്ളൂർ ആകെ വാർഡ് 17ആണ്. ഇടതിന് 8, ഐക്യമുന്നണിക്ക് 6, BJPക്ക് 1, സ്വതന്ത്ര 2. ഒരു സ്വതന്ത്ര UDFന് ഒപ്പവുമായി മറ്റേ സ്വതന്ത്രന് വൈസ് പ്രസിഡന്റ് പദം വാഗ്ദാനം ചെയ്ത് ഇടതുമുന്നണി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയുമാണ്. നെടുങ്കുന്നം ഐക്യമുന്നണിക്ക് 8, ഇടതുമുന്നണിക്ക് 7. ഒരു സ്വതന്ത്രനുമുണ്ട്. സ്വതന്ത്രൻ UDFനൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഭരണം സുരക്ഷിതമാകും. ഇടതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നറുക്കെടുപ്പിന് സാഹചര്യവുമുണ്ട്. കൊടുമണിയിൽ സ്വതന്ത്രൻ പ്രകാശ് T. ജോണിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി ഭരണം പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. UDF 9, LDF 8, BJP 1, സ്വതന്ത്രർ 1. ഇങ്ങനെയാണ് കണക്കുകൾ. നിരണത്ത UDFനും LDFനും 6 വീതമാണ്. 2 സ്വതന്ത്രർ ആരുടെയൊപ്പം നിൽക്കുന്നുവോ അവർ നിരണം ഭരിക്കും. ഇടുക്കി ഉപ്പുതറയിൽ ആകെ വാർഡ് 18ആണ്. UDFന് 8-ഉം LDFന് 8-ഉം NDAക്ക് 1-ഉമാണ്. സ്വതന്ത്രർ 1-ഉമാണുള്ളത്. സ്വതന്ത്ര രമണി രൂപേഷ് LDFനൊപ്പം നിന്ന് വൈസ് പ്രസിഡന്റ് പദം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പള്ളിവാസൽ ആകെ വാർഡ് 14, UDFന് 7ഉണ്ട്, LDFന് 6. സ്വതന്ത്രർ LDFന് പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇനി നറുക്കെടുപ്പാണ്. ആലപ്പുഴ നഗരസഭ സ്വതന്ത്രന്റെ പിന്തുണയോടെ UDF ഭരിച്ചേക്കും. UDFന് 24 സീറ്റുമാകും. LDFന് 22, NDAക്ക് 5, PDP 1, SDPI 1. ചേപ്പാട് LDFനും UDFനും 7 അംഗങ്ങൾ വീതമുള്ള പഞ്ചായത്ത് സ്വതന്ത്ര അംഗം T. തുളസിയെ പ്രസിഡന്റാക്കി UDF ഭരിക്കും. BJPക്ക് 1 സീറ്റ് മാത്രമാണുള്ളത്. ചെട്ടികുളങ്ങരയിൽ സ്വതന്ത്രൻ G. പുഷ്പരാജാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം നൽകിക്കൊണ്ട് LDF ഭരണം ഉറപ്പിച്ചിട്ടുള്ളത്. ആകെ 22 സീറ്റിൽ CPM 11-ഉം BJP 8-ഉം കോൺഗ്രസ് 2-ഉം സ്വതന്ത്രർ 1-ഉമായിരുന്നു. അങ്കമാലി നഗരസഭ ആകെ 31, LDFന് 13, UDFന് 12, NDAക്ക് 2. UDFും LDFും സ്വതന്ത്രരുടെ പിന്തുണ തേടിയിട്ടുമുണ്ട്. പിറവം മാമംഗലം ആകെ 14, UDFന് 7, LDFന് 5, BJP 1, സ്വതന്ത്രൻ 1. സ്വതന്ത്രയുടെ നിലപാട് നിർണായകമാണ്. പൊത്താനിക്കാട് ആകെ 14, LDFന് 7ആണുള്ളത്, UDFന് 6. LDFന് ഭരണം ഉറപ്പിക്കാനും UDFന് ഭാഗ്യം പരീക്ഷിക്കാനും സ്വതന്ത്രനെ നിർണായകമാണ്. തൃശൂർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രർ PR വിശ്വനാഥിന്റെ നിലപാട് നിർണായകമാകും. ആകെ 16, LDFനാണെങ്കിൽ 7 സീറ്റ്, NDAക്ക് 6, UDFന് 2. കൊടകരയിൽ 20 വാർഡാണുള്ളത്. LDFും UDFും 7 എണ്ണം വീതം, 5 എണ്ണം NDA. ഇടതു വിമതനായ ഏക സ്വതന്ത്രനാകും നിർണായകം. മറ്റത്തൂർ ആകെ വാർഡ് 24, LDFന് 10, UDFന് 8, NDAക്ക് 4, സ്വതന്ത്രർ 2. സ്വതന്ത്രർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ഭരണം വരിക. മുല്ലശ്ശേരി ബ്ലോക്കിലാണെങ്കിൽ 14 ഡിവിഷനാണുള്ളത്. UDFന് 7-ഉമുണ്ട്, LDFന് 6-ഉമുണ്ട്. സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ആകെയുള്ളത് 19, UDFനും LDFനും 9 വീതവും. വിമതനെ പ്രസിഡന്റാക്കി ഭരണം തുടരാനാണ് കോൺഗ്രസിൽ ധാരണയായിട്ടുള്ളത്. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.